പക്ഷേ ബ്രിട്ടൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ട്രംപ് പറഞ്ഞു കൂടെ നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചു, പക്ഷേ നിന്നില്ല. ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ചരിത്രം ഓർമ്മയുണ്ട്. ഏത് ചരിത്രമാണ്? കൂട്ട നശീകരണമായതുകൊണ്ട് കള്ളം പറഞ്ഞ് നമ്മളെല്ലാം കൂടെ പോയി ഇറാഖിനെ കൊന്നില്ലേ, എന്നിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? ആ വഞ്ചനയുടെ ചരിത്രം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു മതി ഈ കളികൾ എന്ന് ബ്രിട്ടൻ പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ എത്താം. ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ എന്താണ് ഇന്നും അമേരിക്ക ആവർത്തിക്കുന്ന റെജീം ചേഞ്ച് ഉണ്ടാകും, ഭരണമാറ്റം ഉണ്ടാകും. 4 ദിവസം ഇസ്രായേൽ പറഞ്ഞു. ഇപ്പോൾ അത് 1 മാസത്തോളം ആക്കിയിട്ടുണ്ട് അമേരിക്ക. എത്ര മാസം മൂന്നാർക്കറിയാം. പക്ഷേ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് അതൊരു കോമൺ വാക്കായി. അതെന്തൊരു ഭീകരമായ വാക്കാണ്. അത് നടന്നാലും ഇല്ലെങ്കിലും ശ്രീ പി ജെ വിൻസെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രത്തലവന്മാരെ ഒന്നുകിൽ പോയി പിടിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ കൊന്നുകളയുക. ശ്രീ പി ജെ വിൻസെന്റ്, അന്ന് 7ാം കപ്പൽപ്പട അയച്ച് വിരട്ടിയപ്പോൾ അത് ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്നാൽ ജീവനോടെ തിരിച്ചു പോകണം, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നില്ലേ? അന്ന് നിക്സന് പകരം ട്രംപ് ആയിരുന്നെങ്കിൽ റെജീം ചേഞ്ച് എന്ന് തോന്നിവാസം പറഞ്ഞ് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് നേരെ. ഈ റഷ്യൻ ചേഞ്ച് എന്ന് പറയുന്നത് ഏകപക്ഷീയമായി ഒരു വൻശക്തി രാഷ്ട്രം നടപ്പാക്കേണ്ടുന്ന ഒന്നല്ല. ഇറാനിലെ പ്രശ്നങ്ങൾ ആ രാജ്യം കൈകാര്യം ചെയ്യട്ടെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏക സൂപ്പർ പവർ എന്ന നിലയ്ക്ക് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും നടത്തിയെടുക്കുക എന്നുള്ളത് ട്രംപിൻ്റെ മാത്രം പ്രശ്നമാണ്. അത് അമേരിക്കയുടെ പോലും പ്രശ്നമല്ല. കാരണം വെളിവും വെള്ളിയാഴ്ചയും സുബോധവുമുള്ള ഒത്തിരി പ്രസിഡന്റുമാർ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതിൽ പ്രഗത്ഭനായ ആളാണ് ബരാക് ഒബാമ. 2013 മുതൽ 15 വരെ ഇറാൻ പ്രശ്നത്തിന് അദ്ദേഹം ശാസ്ത്രീയമായ പരിഹാരമുണ്ടായി. അങ്ങനെയാണല്ലോ P5+1 കരാർ ഉണ്ടാവുന്നത്. ആ കരാറ് ഏകപക്ഷീയമായി റദ്ദാക്കിയത് ട്രംപാണ്. യഥാർത്ഥത്തിൽ ഇറാൻ ആണവായുധം നേടുന്നതിന് ഒരു പരിഹാരമാകുമായിരുന്നു അത്. പറഞ്ഞോളൂ. പക്ഷേ അത്തരത്തിലുള്ള സമാധാന പ്രക്രിയയിൽ ഒരു വിശ്വാസവുമില്ലാത്ത അപ്രതീക്ഷിതമായ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് ഈ ശക്തമായിട്ട് വിമർശിക്കുക എന്നല്ലാതെ ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ വേൾഡ് പബ്ലിക് ഒപ്പീനിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടെ അടിവരയിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മലയാളികളുടെയും ലോകത്തിൻ്റെയും ഭാരതീയൻ്റെയും ഒക്കെ ഉള്ളിലുള്ളൊരു വികാരമാണ്. ഓരോ ശിശുരോധനത്തിനും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന കവിത നെഞ്ചേറ്റുന്നവരാണ് മലയാളികൾ. ഈ യുദ്ധങ്ങളിൽ പട്ടാളക്കാരനെ കൊല്ലുന്നതിന് ഒരു യുദ്ധ നൈതികതയുണ്ട്. അവർ പോരടിക്കുന്നവരാണ്. ഒരുപക്ഷെ തൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെ കൊല്ലണ്ട വന്നേക്കാം. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? യുദ്ധത്തിന് പോലും യുദ്ധനീതി ഉണ്ടല്ലോ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാനവികത ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയും. എങ്കിൽ കൂടിയും ഒരു മിനിമം യുദ്ധനീതി എങ്കിലും എല്ലാ യുദ്ധങ്ങളിലും ഉണ്ടാവണം. ഗസ യുദ്ധത്തിൽ 18,000-ത്തിലധികം പിഞ്ചു കുട്ടികളെയാണ് കൊലപ്പെടുത്തിയത്. ഇവിടെ ഇറാൻ യുദ്ധം തുടങ്ങിയത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ മീഡിയ ചർച്ചകളിലൊന്നും വരാത്ത, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഏത് യുദ്ധം എവിടെ നടന്നാലും എത്ര പട്ടാളക്കാരുടെ എണ്ണം മരണപ്പെട്ടാലും അവരൊരിക്കലും സ്ത്രീകളെയും കുട്ടികളെയും ജനാധിവാസ കേന്ദ്രങ്ങളെയും ഒക്കെ ഈ രൂപത്തിൽ ആക്രമിക്കുന്നതിനെതിരെ ആഗോള പബ്ലിക് ഒപ്പീനിയൻ ശക്തമായി ഉയർത്തിക്കൊണ്ടല്ലാതെ മനുഷ്യൻ എന്നുള്ള പദത്തിന് നമ്മൾ അർഹരാവില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം സൂപ്പർ പവർ റൈവൽറിയുടെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും ഇറാനെ അസ്ഥിരീകരിക്കേണ്ടത് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന് അനിവാര്യമാണ്. സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇറാൻ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയിട്ടുമുണ്ട്. അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ചരിത്രവും ആണ്, അതിൻ്റെ ഒരു സൃഷ്ടിയാണ്. 1979 വരെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ അച്ചുതണ്ടാണ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതി ആരംഭിക്കുന്നത് അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ്. അതൊക്കെ പ്രത്യേകം നമ്മൾ പരാമർശിക്കേണ്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ആവശ്യത്തിലധികം പ്രകൃതിവാതക ശേഖരവും എണ്ണ ശേഖരവുമുള്ള ഇറാന് ഊർജ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരാണവ പദ്ധതിയുടെ ആവശ്യമില്ല. പക്ഷേ ശീതയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ ഒരു വാർ ഡോഗായി ഇറാനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിൽ ആണവ പദ്ധതി അമേരിക്ക തുടങ്ങുന്നത് റേസ ഖാൻ പഹ്ലവിയുടെ നേതൃത്വത്തിൽ. 1979 ഒരു അമേരിക്കൻ വിരുദ്ധ സർക്കാർ ഇവിടെ വന്നു. അതോടുകൂടി അതിനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമം അവർ ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിലും ഒരു മതഭരണകൂടം എന്ന നിലയ്ക്ക്
അത് പരിധി വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. 1979 മുതൽ 2026 വരെ തുടർച്ചയായി കഴിഞ്ഞ 47 വർഷമായിട്ട് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളത് ഒരു കോമൺ സ്ലോഗനാണ്. അവിടുത്തെ പാർലമെന്റ് എപ്പോൾ ചേർന്നാലും അവരാദ്യം പാസ്സാക്കുന്ന സ്ലോഗൻ ഡെത്ത് ടു ഇസ്രായേൽ അല്ലെങ്കിൽ ഡെത്ത് ടു അമേരിക്ക എന്നുള്ളതാണ്. അതിന് അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് നമുക്ക് ഈ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അറബ് ലോകത്ത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട ശീതയുദ്ധമുണ്ട്. ആ ശീതയുദ്ധത്തെ കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ മേഖലയെ അസ്ഥിരീകരിക്കാൻ, നിയന്ത്രിക്കാൻ അമേരിക്ക തുനിഞ്ഞത്. യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളെ അമേരിക്ക കൂടെ നിർത്തുന്നത്, അമേരിക്കയുടെ സൈനിക കൊടയിൽ നിർത്തുന്നത് ഇറാനെ കാണിച്ചിട്ടാണ് എന്നതുകൂടി വളരെ പ്രസക്തമായ കാര്യമാണ്. അബ്രഹാമിക് അക്കോർഡ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ അതൊരു പ്രത്യയശാസ്ത്രപരമായ നീക്കം കൂടിയായിരുന്നു. അത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ നിരന്തര ഭീഷണിയുടെ മുന്നിലാണ്. അവരെ സംരക്ഷിക്കാൻ അമേരിക്ക മാത്രം പോരാ, ഇസ്രായേൽ കൂടി വേണം എന്നുള്ള ഒരു ആശയം രൂപപ്പെടുത്തുന്നിടത്താണ് അബ്രഹാമിക് അക്കോർഡ് ഉണ്ടാവുന്നത്. അവിടെ വംശീയമായി ജൂതന്മാരും അറബികളും ഒന്നായതുകൊണ്ട് മതദേശീയതയെ വംശീയ ദേശീയത കൊണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു അബ്രഹാമിക് അക്കോർഡ്. അത് വേണ്ടത്ര പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബഹ്റൈനും UAEയും ഒക്കെ അതിൽ ഒപ്പിട്ടു. പിന്നീട് സുഡാൻ അതിൽ ഒപ്പിട്ടു, മൊറോക്കോ ഒപ്പിട്ടു. ഒരുപക്ഷെ സൗദി അറേബ്യയും അതിൻ്റെ പാതയിൽ വന്നിരുന്നു. 2017 സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഒരു ഫത്വ പുറപ്പെടുവിച്ചത് ജൂതനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ നിലവിൽ യുദ്ധം 11 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയെ മാറ്റിവെച്ചാൽ 9 രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അത് സൈപ്രസ് ഉണ്ട്, ഇസ്രായേൽ, പിന്നെ ജോർദാൻ, 6 രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ എല്ലാം ലക്ഷ്യങ്ങളെ ഇറാൻ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ ആക്രമിക്കുന്നതിന് പകരം അമേരിക്കയുടെ സൈനിക കുടയുടെ കീഴിൽ സുരക്ഷിതരായിട്ട് ഇതുവരെ ഇരുന്ന രാജ്യങ്ങളെ എല്ലാം ഞങ്ങൾ ആക്രമിക്കുന്നു. ആ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോഹൻ പിള്ള സാറൊക്കെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. ഈ സാർഗോസ് മലനിരകൾ കടന്ന് ഇറാനിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഇറാൻ്റെ മധ്യഭാഗത്തുള്ള മരുഭൂമി താണ്ടി പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ രാജ്യത്തിൻ്റെ വലുപ്പവും ഭൂപ്രകൃതിയും വെച്ച് അവിടെ ഒരു ടാങ്ക് യുദ്ധമോ കരയുദ്ധമോ നടത്തി ഈ ഇറാനെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റാണ്. ശക്തമായ സാംസ്കാരിക പാരമ്പര്യം അവർക്കുണ്ട്. ഇന്ത്യയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധവുമുണ്ട്. അവരുടെ ഈ അഗ്നിയെ വർഷിപ്പ് ചെയ്യുന്ന സൊരാഷ്ട്രിയൻ മതവിശ്വാസവും അതിനു മുമ്പുള്ള എലാമൈറ്റ് കൾച്ചറും അതിനു മുമ്പ് പ്രോട്ടോ എലാമൈറ്റ് കൾച്ചർ, ഇങ്ങനെ സൈന്ധവ നാഗരികതയ്ക്കൊക്കെ സമാന്തരമായിട്ട് വളർന്നു വന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം അവിടെയുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ അവർക്ക് ഷിയ മതത്തിൻ്റെ ഒരു രക്തസാക്ഷിത്വ പാരമ്പര്യവുമുണ്ട്. കർബല യുദ്ധത്തിൽ പ്രവാചകന്റെ ചെറുമക്കളായ ഹസനും ഹുസൈനും മരണപ്പെട്ടത് ഇതിൻ്റെ ആ ദുഃഖം, ആ രക്തസാക്ഷിത്വം ഇപ്പോഴും കുത്തുറാത്തീബിൻ്റെ രൂപത്തിൽ ലോകത്തെമ്പാടുമുള്ള ഷിയാക്കൾ അനുഷ്ഠിച്ചു വരുന്നത് നമുക്കറിയാം. കേരളത്തിലും കുത്തുറാത്തീബ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ രക്തസാക്ഷിത്വം അവരുടെ മത സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് പാർട്ട് കൂടിയാണ്. ഇത്തരം ഘടകങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇറാനിൽ കടന്ന് കരയുദ്ധം നടത്തി ആ രാജ്യത്തെ പരാജയപ്പെടുത്തുവാനോ അവിടെ ഒരു റെഷീം ചേഞ്ച് ഉണ്ടാക്കാനോ ഏറെക്കുറെ അസാധ്യമാണ്. അതേസമയം പുറമെ നിന്ന് ആ രാജ്യത്തെ ആക്രമിക്കാൻ ചെയ്യും, തകർക്കാനും സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താനും സാധിക്കും. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ തന്നെ ഇതിനർത്ഥം ഇറാനിലെല്ലാം എന്ത് നടക്കുന്നു എന്ന് നമ്മൾക്കറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ 24 പ്രൊവിൻസുകളിലും ആക്രമണം ഉണ്ടായി, 500-ലധികം കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.